Dear students, now we will study modulus of a complex number. Any complex number can be written in the form z equal to x plus iy, and modulus of this modulus or absolute value, modulus or absolute value of z equal to x plus iy is the non-negative real number root of x square plus y square and is denoted by mod z. That is mod z equal to root of x square plus y square. മനസ്സിലായോ? mod z is equal to root of x square plus y square. ഇനി mod z എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, ജോമെട്രിക്കലി സ്പീക്കിംഗ് അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഇപ്പം ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് 0 എന്ന് എക്സ് വൈയിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? മോഡ് സെഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 0 എന്ന ഇത് ഒറിജിൻ, 0 അല്ല ഒറിജിൻ എന്ന്, 0 എന്ന് പറയാൻ പാടില്ല, ഒറിജിൻ എന്ന് എക്സ് വൈ എന്നുള്ള പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് സെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? mod z is the distance between the point xy and the origin. Mod z is the distance between the point xy and the origin. Okay, origin 0 0. ഇനി അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്കറിയാം ഇസഡ് ബാർ എന്താണ് നമുക്കറിയാം, കോൺജുഗേറ്റ് ആണ്, ഇസഡിന്റെ കോൺജുഗേറ്റ് ആണ് ഇസഡ് ബാർ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ നമ്മൾ ഈ ചേഞ്ചിങ് ദി അല്ലേ സൈൻ, ഇവിടെ ഐ വൈയുടെ തൊട്ട് മുമ്പിലുള്ള സൈൻ മാറ്റിയിട്ടാണ് നമ്മൾ കോൺജുഗേറ്റ് ഉണ്ടാക്കുക. അപ്പം ഇസഡ് ബാർ ഈക്വൽ എക്സ് മൈനസ് ഐ വൈ ആവുമ്പോൾ ഇസഡ് ബാർ ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ വരും. അതായത് എക്സ് സ്ക്വയർ പിന്നെ ഐ വൈ ഇൻറ്റു ഐ വൈ എന്താ പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു -1 വരും. ഐ സ്ക്വയർ ഈസ് -1 ഇൻറ്റു ഒരു -1 വരും. അപ്പോൾ +1 ഇൻറ്റു വൈ ഇൻറ്റു ഐ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് ഐ വൈ പ്ലസ് എക്സ് ഇൻറ്റു ഐ വൈ. എക്സ് ഇൻറ്റു മൈനസ് ഐ വൈയും എക്സ് ഇൻറ്റു പ്ലസ് ഐ വൈയും കൂടെ ക്യാൻസൽ ആയിട്ട് നമുക്ക് ബാക്കി എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇതെന്താണ്? നമുക്ക് ഇസഡ് ബാർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഇസഡ് സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ ആയിരിക്കും. അപ്പം അത് ഓർമ്മിക്കുക. അപ്പം നമുക്ക് എന്താ റിസൾട്ട് കിട്ടിയത്? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇസഡ് ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ, mod z equal to root of x square plus y square, and z bar equal പിന്നെ z bar equal to mod z square. Now you have to study the distance between two complex numbers. Suppose that z1 is the complex number, z1 is x1 plus iy1 and z2 is the complex number x2 plus iy2. Then modulus of z1 minus z2 is the distance between z1 and z2, and modulus of z1 minus z2 equal to modulus of x1 plus iy1 minus x2 plus iy2. That is equal to modulus of x1 minus x2 plus I into y1 minus y2. ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x1 മൈനസ് x2 അല്ലേ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ഇവിടെ ഇതെന്താണ്? എക്സ് പ്ലസ് ഐ വൈ, എക്സിന് പകരം x1 മൈനസ് x2 വൈക്ക് പകരം y1 മൈനസ് y2 ആയതുകൊണ്ട് റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ്
y1 minus y2 the whole square വരും. അപ്പോൾ മോഡുലസ് ഓഫ് z1 minus z2 ഈക്വൽ ടു റൂട്ട് ഓഫ് x1 minus x2 the whole square പ്ലസ് y1 minus y2 the whole square എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് കേട്ടോ. ഇതൊരു നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി, നോട്ട്. ഇനി നെക്സ്റ്റ് ഈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് മീനിങ്? മോഡുലസ് ഓഫ് z1 നോട്ട് മോഡുലസ് ഓഫ് z1 ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് z2 എന്ന് വെച്ചാൽ എന്താണ് മീനിങ് എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. മോഡുലസ് ഓഫ് z1 എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ്? 0 ഒറിജിനിൽ നിന്ന് z1 ഡിസ്റ്റൻസ്, ഇതാണ് z1 എന്ന് വിചാരിക്കുക. ഇതാണ് z1 എങ്കിൽ 0 z1 എന്ന് പറയാൻ പാടില്ല, x1 y1. x1 y1 z1 എന്ന് പറയുന്നത് നമ്മൾ x1 പ്ലസ് y1 അല്ലേ എടുത്തേണേ. z2 x2 പ്ലസ് y2 ആണ് എടുത്തിരിക്കുന്നത്. 0 x1 y1 ഡിസ്റ്റൻസ് ആണ് മോഡ് z1 എന്ന് പറയുന്നത്. ഇതാണ് ഈ ദൂരമാണ് നമ്മൾ മോഡ് z1 അല്ലേ. ഇനി മോഡ് z1 ഗ്രേറ്റർ ദാൻ മോഡ് z2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപ്പോൾ മോഡ് z2 എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ടായിരിക്കും x2 y2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? ഇതായിരിക്കും മോഡ് z2. ഈ മുഴുവൻ ഡിസ്റ്റൻസ് ആയിരിക്കും മോഡ് z1. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ x2 y2 എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിൻ്റെ കുറച്ചുകൂടെ അടുത്താണ് കിടക്കുന്നത് എന്നാണ് മീനിങ്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് z1 ഈസ് ഫാർദർ ദാൻ z2 എന്നാണ് മീനിങ് കേട്ടോ. പിന്നെ ഇനി എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാം z1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു വിചാരിക്കും 2 + 3 ആയി. ഞാൻ z2 എന്ന് പറയുന്നത് 1 + 0 ആയി ഇങ്ങനെ എടുത്തു, അല്ലെങ്കിൽ വേണ്ട 1 + 9 ആയി എന്ന് എടുത്തു വിചാരിക്കാം. അപ്പം ഞാൻ മോഡുലസ് ഓഫ് z1 നമ്മൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല z1 ഗ്രേറ്റർ ദാൻ z2 എന്നോ z2 ലെസ് ദാൻ z1 എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, മോഡുലസ് ഓഫ് z1 ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് z2. ഇതേപോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് പറയാം, മറ്റേത് മീനിങ്ലെസ് ആണ്. z1 ഗ്രേറ്റർ ദാൻ z2 എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. അപ്പം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ്, ഒരു കോംപ്ലക്സ് നമ്പർ z ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയാം? മോഡ് z സ്ക്വയർ ഈക്വൽ ടു, നമുക്കറിയാം z x പ്ലസ് iy ആണെങ്കിൽ മോഡ് z സ്ക്വയർ എന്താണ്? x² + y² ആണല്ലോ. അപ്പോൾ z എന്ന് വെച്ചാൽ എന്താണ്? അല്ല, x എന്ന് വെച്ചാൽ റിയൽ പാർട്ട് ഓഫ് z ആണ് അല്ലേ. നോക്കൂ, റിയൽ പാർട്ട് ഓഫ് z ആണ് x. y എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. അപ്പോൾ റിയൽ z സ്ക്വയർ പ്ലസ് ഇമാജിനറി z സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും മോഡ് z ഈസ് എപ്പോഴും എന്തായിരിക്കും? മോഡ് z സ്ക്വയർ ആണ്, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ ആണ് മോഡ് z സ്ക്വയർ. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് z സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് റിയൽ z അല്ലേ. മോഡുലസ് ഓഫ് റിയൽ z വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എപ്പോഴും റിയൽ z ആയിരിക്കും. റിയൽ z നെഗറ്റീവ് 2 ഒക്കെ വരാം, പക്ഷേ മോഡ് z എന്തേ വരാൻ പറ്റുള്ളൂ? പോസിറ്റീവ് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോഡുലസ് ഓഫ് റിയൽ z ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ z. ആൻഡ് സിമിലർലി വി ക്യാൻ സേ ദാറ്റ് മോഡ് z ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് പറയാം? ഗ്രേറ്റർ ദാൻ മോഡ് ഇമാജിനറി z വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി z എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് we have to look at certain properties of moduli of complex numbers. Some properties ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ z1ഉം z2ഉം കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ ഞാൻ എഴുതാം ബിലോങ്സ് ടു സി. കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളതിന് പറയുന്നത് എന്തെഴുതാം? ബിലോങ്സ് ടു സി. കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാം? ബിലോങ്സ് ടു സി ആണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ വെച്ചാൽ മോഡുലസ് ഓഫ് z1 ബാർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z1 ആയിരിക്കുന്നത്. അതായത് കോൺജുഗേറ്റിൻ്റെ മോഡുലസും പിന്നെ z1ൻ്റെ മോഡുലസും ഒന്നായിരിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തന്നെ എടുക്കുക, പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ലെറ്റ് z1 ഈക്വൽ ടു x പ്ലസ് iy എന്ന് എടുക്കുക. ദെൻ മോഡുലസ് ഓഫ് z1 എന്താ വരിക? മോഡുലസ് ഓഫ് z1 ഈസ് എന്താ വരിക? റൂട്ട് ഓഫ് x² പ്ലസ് y² എന്ന് വരും. അപ്പോൾ z1 ബാർ എന്താ വരിക? x മൈനസ് iy എന്ന് വരും. അപ്പോൾ മോഡുലസ് ഓഫ് z1 ബാർ എന്താ വരിക? റൂട്ട് ഓഫ് x² പ്ലസ് മൈനസ് y ദ ഹോൾ സ്ക്വയർ വരും. അതായത് റൂട്ട് ഓഫ് x² പ്ലസ് y². അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് z1 ഈക്വൽ ടു
മോഡുലസ് ഓഫ് Z1 ബാർ മനസ്സിലായോ? അപ്പോൾ അതാണ് അങ്ങനെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത് പറയുന്നത് മോഡുലസ് ഓഫ് Z1 Z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 എന്നാണ് പറയുന്നത്. അതെങ്ങനെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z1 നമുക്കറിയാം. അതിൻ്റെ പ്രൂഫ് പറയുകയാണെങ്കിൽ മോഡുലസ് ഓഫ് Z1 Z2 ദ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾക്കറിയാം യു നോ ദാറ്റ് മോഡ് Z സ്ക്വയർ ഈക്വൽ ടു Z ബാർ നമുക്കറിയാം. അപ്പോൾ ഇത് മോഡുലസ് ഓഫ് Z1 Z2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? Z1 Z2 ഇൻറ്റു Z1 Z2 ബാർ നമുക്കറിയാം. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇനി ഒരേപോലത്തെ ഇങ്ങനെ എഴുതുക, Z1 ഇൻറ്റു Z1 ബാർ ഇൻറ്റു Z2 ഇൻറ്റു Z2 ബാർ എന്ന് വരും. Z1 ഇൻറ്റു Z1 ബാർ എന്താ വരിക? മോഡ് Z1 സ്ക്വയർ ഇൻറ്റു മോഡ് Z2 സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് Z1 Z2 സ്ക്വയർ is equal to modulus of Z1 square into modulus of Z2 square. So we can say that modulus of Z1 Z2 equal to modulus of Z1 into modulus of Z2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് മോഡുലസ് ഓഫ് ഇതേപോലെ തന്നെ മോഡുലസ് ഓഫ് Z1 by Z2 the whole modulus of Z1 by Z2 equal to modulus of Z1 by modulus of Z2 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാം. ആൻസർ എന്താണ്? മോഡുലസ് ഓഫ് Z1 by Z2 ദ ഹോൾ സ്ക്വയർ എടുക്കുക, അതായത് Z1 by Z2 ഇൻറ്റു Z1 by Z2 ബാർ വരും അല്ലേ? അപ്പോൾ ഹോൾ ബാർ വരും. അപ്പോൾ അതായത് Z1 by Z2 ഇൻറ്റു എന്ത് വരും? Z1 ബാർ ബൈ Z2 ബാർ എന്ന് വരും. അതായത് Z1 ബാർ ബൈ Z2 ബാർ എന്ന് വരും. മോഡ് Z1 സ്ക്വയർ ബൈ മോഡ് Z2 ഹോൾ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് Z1 ബൈ Z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 ബൈ modulus of Z2, taking square root on both sides. അല്ലേ, രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ മോഡുലസ് ഓഫ് Z1 by Z2 ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 by മോഡുലസ് ഓഫ് Z2 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്തത് നാലാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് modulus of Z1 plus Z2 is less than or equal to modulus of Z1 plus modulus of Z2 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. modulus of Z1 plus Z2 equal to modulus of Z1 plus modulus of Z2 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? modulus of Z1 plus Z2 the whole square എടുക്കുക. ആൻസർ ഈക്വൽ ടു Z1 plus Z2 into Z1 plus Z2 bar. Z1 plus Z2 bar, whole bar. Okay. Z1 plus Z2 bar, that is equal to Z1 plus Z2 into Z1 bar plus Z2 bar no. Okay. That is equal to Z1 bar plus Z1 Z2 bar plus Z1 bar plus Z2 bar no. അതായത് ദിസ് ഈസ് മോഡ് Z1 സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ്? Z1 Z2 ബാർ പ്ലസ് അടുത്ത എന്താണ്? ഇതിൻ്റെ കോൺജുഗേറ്റ് അല്ലേ ഇത്? Z1 Z2 ബാറിൻ്റെ കോൺജുഗേറ്റ് അല്ലേ ഇത്? നോക്കൂ, Z1 Z2 ബാർ ഹോൾ ബാർ അല്ലേ ഇത്? നോക്കൂ, Z1 ബാർ ഇൻറ്റു Z2 ബാർ ദ ഹോൾ ബാർ എന്ന് വരും. Z2 ബാർ ദ ഹോൾ ബാർ Z2 ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇത്. ഇങ്ങനെ ഞാൻ എഴുതുക. അപ്പോൾ എന്താണ്? Z1 Z2 ബാർ പ്ലസ് Z1 Z2 ബാർ ദ ഹോൾ ബാർ പ്ലസ് ഇതിനെ മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ വരിക? നമുക്ക് ഒരു നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു Z ഈക്വൽ ടു എക്സ് പ്ലസ് IY യും Z ബാർ ഈക്വൽ ടു എക്സ് മൈനസ് IY യും ആണെങ്കിൽ
ഇതിനെ ഇസഡ് പ്ലസ് സെഡ് ബാർ എന്തായിരിക്കും 2x ആയിരിക്കും. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇസഡ് പ്ലസ് സെഡ് ബാർ ബൈ 2. അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ് കിട്ടുക? നമുക്ക് റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ആണ് കിട്ടുക. ഇത് അതായത് ഞാൻ പറയാം ഇതെന്താണ് കിട്ടുന്നത്? എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ ആഡ് ചെയ്താൽ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഇസഡ് അല്ലേ? റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഇസഡ് ആണ് നമുക്ക് കിട്ടുക. മനസ്സിലായോ? ഇസഡ് പ്ലസ് ഇസഡ് ബാർ ബൈ 2 എന്ന് പറയുന്നത് റിയൽ ഇസഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? നമ്മൾ ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് പ്ലസ് സെഡ് ബാർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ എഴുതണം? ഇസഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 ആണ് 2 റിയൽ ഇസഡ്. അപ്പൊ ഇസഡ് പ്ലസ് സെഡ് ബാർ എന്താ വരിക? ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആ വരിക. ഇവിടെ 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ വരണം പ്ലസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി എന്താ എഴുതേണ്ടത്? ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനി മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് ഇനി പിന്നെ നമുക്കറിയാം, നോക്കൂ, റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ real part of a complex number is less than or equal to modulus of that complex number അല്ലേ? റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ മോഡ് ഇസഡ് ആയിരിക്കും എപ്പോഴും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഇവിടെ? റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ എന്ന് പറയുന്നത് എന്തിനേക്കാൾ ചെറുതായിരിക്കും? 2 ഇൻറ്റു എന്ത് പറയാം നമുക്ക്? മോഡുലസ് ഓഫ് Z1 Z2 ബാർ നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ചെറുതായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാം. 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 Z2 ബാർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 Z2 ബാർ പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ എന്ന് വരും. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ബാർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z2 ഈക്വൽ ആണ്. മോഡുലസ് ഓഫ് Z2 മോഡുലസ് ഓഫ് Z2 ബാർ തന്നെയായിരിക്കും മോഡുലസ് ഓഫ് Z2. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മോഡുലസ് ഓഫ് Z2 എന്ന് എഴുതി പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയർ എഴുതാം. ഇത് എന്ന് വെച്ചാൽ എന്താണ്? മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇനി രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട്, ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, square root on both sides, we get modulus of Z1 plus Z2 is less than or equal to modulus of Z1 plus modulus of Z2 എന്ന് പറയാം. അതായത് modulus of Z1 plus Z2 is less than or equal to എന്ത് വന്നു നമുക്ക്? modulus of Z1 plus modulus of Z2. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ പഠിക്കാം. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് Z3 ഇതേപോലെ തന്നെ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 പ്ലസ് Z3. അതിനെ നമുക്ക് ഒന്നിച്ചൊരു യൂണിറ്റ് ആക്കി എഴുതാമെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ? ഇതിനെ ഒന്നിച്ചങ്ങ് എഴുതാം. രണ്ട് കോംപ്ലക്സ് നമ്പറുകളെ ഒന്നിച്ച് ആഡ് ചെയ്ത് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ? മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിനെ വീണ്ടും എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 പ്ലസ് Z3 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ മോഡുലസ് ഓഫ് Z2 പ്ലസ് മോഡുലസ് ഓഫ് Z3 നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെയാ വരിക? ജനറലൈസിങ് we get modulus of Z1 plus Z2 plus etc plus Zn is less than or equal to modulus of Z1 plus modulus of Z2 plus etc plus modulus of Zn. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതിങ്ങനെ എഴുതുക. ജനറലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതുക കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടി അഞ്ചാമത്തത് മോഡുലസ് ഓഫ് Z1 plus Z2
modulus of Z1 plus Z2 is greater than or equal to modulus of Z1 minus modulus of Z2. ഇതാണ് നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ എഴുതുക നമുക്ക്? ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മോഡുലസ് ഓഫ് Z1 പകരം എന്തെഴുതാം? നമുക്ക് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 മൈനസ് Z2 എന്ന് എഴുതിക്കൂടെ നമുക്ക്? ഇങ്ങനെ എഴുതാമെങ്കിൽ ഞാൻ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ചെടുക്കാം. Z1നെ Z2നെ ഒന്നിച്ചെടുക്കാം. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി അല്ലേ, എ എന്നിട്ട് മൈനസ് മോഡുലസ് ഓഫ് Z2. അപ്പോൾ ഇതിനെ ഇനി വീണ്ടും ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മൈനസ് Z2 എന്ന് എഴുതാം. കാരണം നമുക്ക് ഇതേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, മൈനസിനെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്ലസ് ആക്കി അങ്ങ് എടുക്കാം, പ്ലസ് ഓഫ് മൈനസ് എടുക്കാം. ഇതിനെ എന്ത് പറയാം? നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ചിട്ട് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് Z2 എന്ന് വരും. ഇനി മോഡുലസ് ഓഫ് മൈനസ് Z2 മോഡുലസ് ഓഫ് Z2 സെയിം ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? which that is equal to modulus of Z1 plus modulus of Z2 plus modulus of Z2 എന്ന് വരും അല്ലേ? സോറി, that is equal to modulus of Z1 plus Z2 plus mod Z2 എന്ന് പറയും. modulus of Z2 is same as modulus of minus Z2. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടുക? therefore modulus of Z1 മൈനസ് modulus of Z2, ഈ മൈനസ് Z2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക ഇനീക്വാളിറ്റിയുടെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2. മനസ്സിലായോ? ഇതാണ് ഇങ്ങനെയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇനി അടുത്ത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 മൈനസ് മോഡുലസ് ഓഫ് Z2. ഇതാണ് ഇനി അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ modulus of Z1 minus Z2 the whole square equal to Z1 minus Z2 into Z1 minus Z2 bar എന്ന് വരും അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു Z1 minus Z2 into Z1 bar minus Z2 bar എന്ന് വരും. അതായത് Z1 bar minus Z1 Z2 bar minus Z2 Z1 bar plus Z2 Z2 bar എന്ന് വരും. ഇതെന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 the whole square മൈനസ് വെളിയിലെടുക്കുകയാണ്. Z1 Z2 bar അതിൻ്റെ കോഞ്ചുഗേറ്റ് അല്ലേ ഇത്? നോക്കൂ, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എന്താ വരിക? Z1 bar into Z2. അപ്പോൾ അതാണ് ഇത് വന്നിരിക്കുന്നത്. Z1 Z2 ബാറിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് ഇത്. ഓക്കെ, മൈനസ് ഞാൻ പുറത്തോട്ട് എടുത്തു, പ്ലസ് മോഡ് Z2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ മൈനസ് ഇതെന്ന് പറയുന്നത് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ്, അങ്ങനെയല്ലേ? Z പ്ലസ് Z ബാർ എന്ന് പറയുന്നത് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z. ഇവിടെ Z ന് പകരം Z1 Z2 ബാർ എന്ന് വരും, പ്ലസ് മോഡുലസ് ഓഫ് Z2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്താ വരിക നമുക്ക്? ഇത് ദിസ് ഈസ് പക്ഷേ ഇനി റിയൽ പാർട്ട് ഓഫ് Z1 Z2 ബാർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 Z2 ബാർ. നമ്മൾ മുമ്പ് പഠിച്ചു. ഇനി മോഡുലസ് ഓഫ് Z1 Z2 ബാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മോഡ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ബാർ എന്നാണ് അർത്ഥം. അതെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 ആണല്ലോ. അപ്പം ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഈ ഇനിക്വാളിറ്റി തിരിഞ്ഞു വരും അല്ലേ? അപ്പോൾ എന്താ വരിക? മൈനസ് ഓഫ് റിയൽ
Z1 Z2 bar is greater than or equal to modulus of Z1 into modulus of Z2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ. ഇവിടെ -2 ഉണ്ട്, അപ്പോൾ പ്ലസ് അല്ല -2 ഇൻറ്റു mod Z1 into mod Z2. അതായത് മൈനസ് ഓഫ് Z1 Z2 bar is greater than or equal to modulus of Z1 into modulus of Z2. അപ്പോൾ 2 കൂടെ വരുമ്പോൾ -2 ഇൻറ്റു വരും പ്ലസ് modulus of Z2 the whole square എന്ന് വരും. ഇതെന്ന് പറയുന്നത് modulus of Z1 minus modulus of Z2 the whole square ആണ് അല്ലേ. modulus of Z1 minus modulus of Z2 the whole square ആണ്. അപ്പോൾ എന്താ വരിക, taking the square roots on both sides we get, taking square roots we get modulus of Z1 minus Z2 is greater than or equal to അല്ലേ. modulus of Z1 minus Z2 is greater than or equal to എന്ത് വരും, modulus of Z1 minus modulus of Z2 വരും. മനസ്സിലായോ? modulus of Z1 minus Z2 is greater than or equal to modulus of Z1 minus modulus of Z2 വരും കേട്ടോ. ഇതിനാണ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റീസ് എന്നാണ് പറയുക. ഇതും ഒരു ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റിയാണ്. പിന്നെ ആദ്യത്തെ പറഞ്ഞ നമ്മൾ മോഡുലസ് ഓഫ് Z1 plus Z2 is less than or equal to modulus of Z1 plus modulus of Z2. ഇത് രണ്ടും ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ പറയാം. പിന്നെ അടുത്തത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് √2 mod Z is greater than or equal to mod real Z is mod real Z plus mod imaginary Z എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൂഫ് എന്താ എഴുതുക, Z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കുക. അപ്പോൾ റിയൽ Z എന്താണ്, എക്സും ഇമാജിനറി Z എന്ന് പറയുന്നത് വൈയും ആണ്. മോഡ് Z എന്താണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി എപ്പോഴും സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എനിക്കെന്ത് പറയാം, സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൻ്റെ സ്ക്വയർ എടുക്കാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് വൈ the whole square is greater than or equal to 0. എപ്പോഴും സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് 0 ആയതുകൊണ്ട് ഇങ്ങനെ ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദിസ് ഈസ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ആയത് എക്സ് സ്ക്വയറിന് എടുക്കാം, മോഡുലസ് ഓഫ് വൈ സ്ക്വയറിനെ വൈ സ്ക്വയർ എന്ന് എടുക്കാം, വൈ സ്ക്വയർ അല്ലേ. മോഡുലസ് ഓഫ് -2ഉം അല്ലേ, മോഡ് 2ഉം എന്തായിരിക്കും, റൂട്ട് ഓഫ് 2 സ്ക്വയർ ആണ്. മനസ്സിലായോ? അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 അങ്ങനെ പ്ലസ് പോസിറ്റീവ് വാല്യൂവേ എപ്പോഴും നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ. പിന്നെ അപ്പോൾ ഇത് അപ്പോൾ എന്താ വരിക അവിടെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് എക്സ് മോഡ് വൈ എന്ന് കിട്ടും നമുക്ക്. ഇനി ആഡിങ് എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു മോഡ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് വൈ ദ ഹോൾ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. എന്താ വരിക നോക്കാം കേട്ടോ. അതായത് എന്താ വരിക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് മോഡ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് സ്ക്വയർ പ്ലസ് മോഡ് വൈ സ്ക്വയർ പ്ലസ് മോഡ് വൈ സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് പ്ലസ്
2 ഇൻറ്റു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് വരും ഇവിടെ. ഇതെന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അതായത് മോഡ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട്, അതുപോലെ മോഡ് വൈ സ്ക്വയർ ആയതുകൊണ്ട് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് taking square root on both sides, you will get root 2 into root of x square plus y square is greater than or equal to mod x plus mod y എന്ന് വരും. mod x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്. mod y എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ എന്താ വരിക? റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ മോഡ് സെഡ് ആണ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? റൂട്ട് 2 ഇൻറ്റു ഇത് മോഡ് സെഡ് അല്ലേ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, റൂട്ട് 2 ഇൻറ്റു മോഡ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് പ്ലസ് മോഡുലസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് modulus of z1 plus z2 the whole square plus modulus of z1 minus z2 the whole square equal to 2 into modulus of z1 square plus 2 into modulus of z2 square. ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. പ്രൂവ്, യു ഹാവ് ടു പ്രൂവ് ദിസ്. ഇതിനൊന്നും പ്രയാസമില്ല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ LHS എടുക്കുക. LHS എടുക്കുമ്പോൾ എന്താ വരിക? മോഡുലസ് ഓഫ് z1 plus z2 the whole square എന്ന് പകരം എന്താ എഴുതുക? z1 plus z2 into z1 plus z2 ബാർ എടുക്കുക. അതുപോലെ z1 minus z2 the whole square പകരം z1 minus z2 into z1 minus z2 ബാർ എടുക്കുക. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ട? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു z1 plus z2 into z1 ബാർ പ്ലസ് z2 ബാർ പ്ലസ് z1 minus z2 into z1 ബാർ മൈനസ് z2 ബാർ എന്ന് വരും. അപ്പോൾ എന്താ വെച്ചാൽ z1 ബാർ പ്ലസ് z1 z2 ബാർ പ്ലസ് z2 z1 ബാർ പ്ലസ് z2 z2 ബാർ പ്ലസ് z1 ബാർ മൈനസ് z1 z2 ബാർ മൈനസ് z2 z1 ബാർ പ്ലസ് z2 z2 ബാർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു z1 bar z2 z1 bar എന്താ വരിക? ഇതാ ഇവിടെ ഉണ്ട് z1 bar 2 ഇൻറ്റു z1 bar വരും. പ്ലസ് z2 ബാർ ഉണ്ട് ഇവിടെ മൈനസ് z2 ബാർ, z1 ബാർ ഉണ്ട് മൈനസ് z1 ബാർ, z2 ബാർ അത്രയേ ഉള്ളൂ. പ്ലസ് അതുപോലെ 2 ഇൻറ്റു z2 ബാർ, z2 ബാർ വരും. അതായത് 2 ഇൻറ്റു മോഡുലസ് ഓഫ് z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് z2 സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ജോമെട്രിക്കായിട്ട് എന്താ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പാരലോഗ്രം എടുക്കുകയാണെങ്കിൽ പാരലോഗ്രം വരയ്ക്കുക. OABC ഒരു പാരലോഗ്രം ആയിട്ട് വരയ്ക്കുക. അതായത് OA അങ്ങനെ പാരലോഗ്രം വരയ്ക്കുക. OABC ആൻഡ് ഇത് OA എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 ആണെന്ന് വിചാരിക്കുക. OB എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z2 ആണെന്ന് വിചാരിക്കുക. B എന്ന് പറയുന്നത് കേട്ടോ അല്ല OB അല്ല കേട്ടോ, OB അല്ല, സോറി. OA എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1, OC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z2 ആണെന്ന് വിചാരിക്കുക. OC മോഡുലസ് ഓഫ് Z2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ OB എന്ന് പറയുന്നതും AC എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുന്നത് എന്ന് വെച്ചാൽ ദെൻ OB is equal to OB എന്തായിരിക്കും? OB എന്ന് പറയുന്നത് മോഡുലസ് ഓഫ്
Z1 പ്ലസ് Z2 ആയിരിക്കും. ആൻഡ് AC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ OB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ രണ്ട് ഡയഗണലിൻ്റെയും സം ഈക്വൽ ടു OB സ്ക്വയറിന് പകരം എന്ത് എഴുതാം നമുക്ക് OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് പറയാം അല്ലേ. കാരണം ഇവിടുത്തെ ഇവിടെ വെച്ചാൽ OA സ്ക്വയർ പ്ലസ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CO സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ എന്താണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം, സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ പാരലൽ, സൈഡുകളെല്ലാവരുടെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സൈഡുകളുടെ എന്താണ് സ്ക്വയേഴ്സ് ഓഫ് ദി ഡയഗണൽസ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ദിസ് ഐഡൻറ്റിറ്റി ഈസ് നോൺ ആസ് പാരലോഗ്രാം. പിന്നെ പാരലോഗ്രാം ലോ ആണ് ഈ ലോയിനെ പറയുന്നത് കേട്ടോ. മോഡുലസ് ഓഫ് എന്താണ് Z1 പ്ലസ് Z2 ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് ഈ Z2 സ്ക്വയർ എന്ന് പറയുന്നതൊരു ഐഡൻറ്റിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്, പഠിക്കുക. അടുത്ത പ്രോബ്ലം, നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഇഫ് Z1, Z2, Z3 belongs to C. Complex numbers are vertices of an equilateral triangle. Equilateral triangle ആണെങ്കിൽ prove that Z1 square plus Z2 square plus Z3 square equal to Z1 Z2 plus Z2 Z3 plus Z3 Z1. ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുക, ട്രയാങ്കിൾ എടുക്കുക, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് Z1, B Z2, C Z3 എന്നെടുക്കുക. എന്നിട്ട് ഇക്വിലാറ്ററൽ ആയതുകൊണ്ട് സിൻസ് triangle ABC is equilateral ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം AB is equal to BC is equal to AC ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ AB എന്ന് വെച്ചാൽ എന്താണ് A Z1 B Z2 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഈക്വൽ ടു BC എന്താണ് മോഡുലസ് ഓഫ് Z2 മൈനസ് Z3 ഈക്വൽ ടു AC ഈക്വൽ ടു മോഡുലസ് ഓഫ് Z3 മൈനസ് Z1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എല്ലാം ഈക്വൽ ആയതാണ് നമുക്ക് എടുക്കാം. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z2 മൈനസ് Z3 ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. അതായത് Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ബാർ ആണ് മോഡ് Z സ്ക്വയർ. അപ്പോൾ ഞാൻ ഇതിന് പകരം ഇങ്ങനെ എഴുതി Z1 മൈനസ് Z2 ഇൻറ്റു Z1 മൈനസ് Z2 ബാർ. അതായത് Z1 മൈനസ് Z2 ബാർ എന്ന് വെച്ചാൽ Z1 ബാർ മൈനസ് Z2 ബാർ ഈക്വൽ ടു Z2 മൈനസ് Z3 ഇൻറ്റു Z2 മൈനസ് Z3 ബാർ. Z2 ബാർ മൈനസ് Z3 ബാർ വരും. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമുക്ക് എന്താ വരിക വെച്ചാൽ Z1 മൈനസ് Z2 ബൈ Z2 ബാർ മൈനസ് Z3 ബാർ ഈക്വൽ ടു Z2 മൈനസ് Z3 ബൈ Z1 ബാർ മൈനസ് Z2 ബാർ എന്ന് വരും. ഓക്കെ, അപ്പം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്താണ് A ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ദിസ് ഈസ് ഓൾസോ ഈക്വൽ A പ്ലസ് സി ബൈ ബി പ്ലസ് ഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റും Z1 മൈനസ് Z2 ബൈ Z2 ബാർ മൈനസ് Z3 ബാർ ഈക്വൽ ടു Z2 മൈനസ് Z3 ബൈ Z1 ബാർ മൈനസ് Z2 ബാർ ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം അല്ലേ. Z1 മൈനസ് Z2 പ്ലസ് Z2 മൈനസ് Z3 ചെയ്യുമ്പോൾ എന്താ വരിക Z1 മൈനസ് Z3 ബൈ Z1 ബാർ മൈനസ് Z3 ബാർ എന്ന് വരും നമുക്ക് അല്ലേ. അത് ഇംപ്ലൈ ചെയ്യുന്ന എന്താണ് ഇത് നമ്മൾ ഫസ്റ്റിലെ ലാസ്റ്റിലെ എടുക്കുക. ദാറ്റ് ഈസ് എന്തെടുക്കാം Z1 മൈനസ് Z2 ബൈ Z2 ബാർ മൈനസ് Z3 ബാർ ഈക്വൽ ടു Z1 മൈനസ് Z3 ബൈ Z1 ബാർ മൈനസ് Z3 ബാർ എന്ന് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം. സിമിലർലി വി ക്യാൻ ടേക്ക്
Z2 minus Z3 the whole square equal to Z3 minus Z1 the whole square എടുക്കുക. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പം എന്താ വരിക? Z2 minus Z3 into Z2 bar minus Z3 bar equal to Z1 minus Z3 അല്ലെങ്കിൽ Z3 minus Z1 into Z1 bar minus അല്ലെങ്കിൽ Z3 minus Z1 into Z3 bar minus Z1 bar എന്ന് വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? വി വിൽ ഗെറ്റ് Z1 minus Z2 into പിന്നെ നമുക്ക് കിട്ടും Z1 minus Z2 into Z2 minus Z3 equal to Z1 minus Z3 the whole square എന്ന് വരും അല്ലേ? Z1 minus Z3 the whole square. അപ്പോൾ എന്താ വരിക? നമുക്ക് Z1 square ഇനി മൾട്ടിപ്ലൈങ് ഈ 1ഉം 2ഉം ഇത് 1 ഇത് 2 ആയിട്ട് എടുക്കുക. 1 into 2 ചെയ്യുക. 1 into 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ Z1 സിംപ്ലിഫൈ ചെയ്യുക. Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ ഈക്വൽ ടു Z1 Z2 പ്ലസ് Z2 Z3 പ്ലസ് Z3 Z1 എന്ന് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഇത്. ഇനി അടുത്തത് നെക്സ്റ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ of the circle with center Z0 and radius R. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ എന്താണ് സർക്കിളിൻ്റെ ഇക്വേഷൻ? Z മൈനസ് Z0 ഈക്വൽ ടു R. നോക്കൂ, ഒരു സർക്കിൾ ആകുമ്പോൾ ഇത് Z0 സെൻറ്ററും ഇത് Z ആണെന്ന് വിചാരിക്കുക. സർക്കിളിലെ പോയിന്റ് Z ആണെങ്കിൽ ഇതെന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z മൈനസ് Z0 ഈക്വൽ ടു R എന്ന് എഴുതാം. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് Z മൈനസ് Z0 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ എന്ന് വരും. ഇതെന്ന് വെച്ചാൽ എന്താണ്? മോഡ് Z സ്ക്വയർ എന്ന് പറയുന്നത് Z ബാർ ആണ്. അപ്പോൾ ഇവിടെ Z മൈനസ് Z0 ഇൻറ്റു Z മൈനസ് Z0 ബാർ വരും. അതായത് Z ബാർ മൈനസ് Z0 ബാർ എന്ന് വരും ഈക്വൽ ടു R സ്ക്വയർ എന്ന് വരും. അതായത് Z ബാർ വരും മൈനസ് Z0 ബാർ minus Z0 Z bar plus Z0 bar equal to R square എന്ന് വരും. അപ്പോൾ എന്താ വരിക? Z bar പിന്നെ മൈനസ് ഓഫ് Z0 bar plus Z0 Z bar plus Z0 bar equal to R square എന്ന് വരും. mod Z the whole square minus 2 into real part of Z0 bar എന്ന് വരും പ്ലസ് മോഡുലസ് ഓഫ് Z0 the whole square that is equal to R square എന്ന് വരും. അപ്പോൾ എന്താ വരിക? മോഡ് Z സ്ക്വയർ മൈനസ് 2 into real part of Z0 plus modulus of Z0 the whole square is equal to R square. This is the equation of the circle. ഇതാണ് equation of the circle. Next is അടുത്തത് fourth one. Show that modulus of Z1 Z plus 1 by Z minus 1 equal to 2 represents a circle with center at 5/3 0 and radius 4/3. അതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ എഴുതാം. മോഡുലസ് ഓഫ് Z1 plus 1 മോഡുലസ് ഓഫ് Z plus 1 മോഡുലസ് ഓഫ് Z plus 1 by Z minus 1 equal to 2 ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്?
modulus of z plus 1 by modulus of z minus 1 equal to 2. That is modulus of z plus 1 equal to 2 into modulus of z minus 1. And modulus of z plus 1 square equal to 4 into modulus of z minus 1 the whole square. അതായത് ഇതിനെ സ്ക്വയറിനെ z plus 1 into z bar plus 1 equal to 4 into z minus 1 into z bar minus 1 വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ z bar പിന്നെന്താണ് പ്ലസ് z plus z bar plus 1 equal to 4 into z bar minus z bar plus 1 എന്ന് വരും. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും 3z bar minus 5z minus 5z bar plus 3 equal to 0 എന്ന് വരും. അപ്പോൾ ഞാൻ z bar minus 5/3z minus 5/3z bar plus 1 equal to 0 എന്ന് വരും. അപ്പോൾ ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ z minus 5/3 into z bar minus 5/3 minus 16/9 equal to 0 എന്ന് വരും. മനസ്സിലായോ? പിന്നെ അപ്പോൾ ഇത് എന്ത് വരും? മോഡുലസ് ഓഫ് z minus 5/3 the whole square minus 16/9 equal to 0 എന്ന് വരും. അതായത് എന്താ വരിക? അതായത് മോഡുലസ് ഓഫ് z minus 5/3 the whole square equal to 16/9 എന്ന് വരും. അതായത് മോഡുലസ് ഓഫ് z minus 5/3 equal to 4/3 എന്ന് പറയും. അപ്പോൾ which is the circle with center 5/3 0 and radius 4/3 radius 4/3. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി തരാം ഞാൻ. പ്രോബ്ലംസ് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, ബാക്കി ഇനി അടുത്ത ക്ലാസ്സിലാവും.